ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായിട്ട് സ്തോത്രം. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കൊലൂസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 അധ്യായങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവമിടയാക്കി. ഇന്ന് 4ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ തിരുവചനങ്ങൾ പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തവും ശക്തവുമായിട്ടൊക്കെയും പല വാക്യങ്ങളിലൂടെ ഒക്കെ ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ഇനി 4ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ, അപ്പോൾ തന്നെ ദാസന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിപ്പാൻ തക്കവണ്ണമിടയായി. 3ാം അധ്യായം നമ്മൾ തുടർമാനമായിട്ട് പഠിച്ചു. ഇനിയിപ്പോൾ 4ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 4ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ദാസന്മാരോട് പറഞ്ഞ ശേഷം യജമാനന്മാരോട് അപ്പോസ്തലനായ പൗലോസിന് ചിലത് പറയുവാനായിട്ടുണ്ട്. ഇവിടെ ഈ 4ാം അധ്യായത്തിന്റെ 1ാം വാക്യം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക അത് 3ാം വാക്യത്തിന്റെ 3ാം അധ്യായത്തിൽ ചേർക്കേണ്ടതായിരുന്നല്ലോ എന്ന്. അങ്ങനെ നമുക്ക് തോന്നിക്കാം. 4ാം അധ്യായത്തിന്റെ 2ാം വാക്യം തൊട്ടാണ് ഇതിന്റെ തുടക്കം തോന്നുന്നത്. എന്നാൽ 4ാം അധ്യായത്തിൽ ദാസന്മാരോട് പറഞ്ഞിട്ട് യജമാനന്മാരോട് ചിലത് പറയുവാനുണ്ട് എന്ന് പറയുന്നതിന്റെ കംപ്ലീറ്റ് ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ 4ാം അധ്യായം 1ാം വാക്യം നമുക്ക് ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. ഇവിടെ യജമാനനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദാസന്മാരോട് നീതിയോടെ ന്യായത്തോടെ പ്രവർത്തിക്കണം. ദാസന്മാരോട് നീതിയോടും ന്യായത്തോടും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം. അവിടെ ദാസന്മാരോട് നീതിപൂർവമല്ലാതെ പ്രവർത്തിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും ദാസന്മാരെന്നും യജമാനന്മാരെന്നും വേർതിരിച്ച് കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്കിവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ദാസന്മാർ ഇല്ല. നമുക്കറിയാം, പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദാസന്മാർ എന്നുള്ള ഒരു സംഭവം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് അപ്പോസ്തലനായ പൗലോസ് കൊണ്ടിരുന്നുണ്ട്. നമ്മള് ഫിലേമോന്റെ ലേഖനം പഠിച്ചപ്പോൾ അവിടെ ആ ദാസന്റെ അവസ്ഥയിൽ നിന്ന് ഒരു സഹോദരന്റെ അവസ്ഥയിലേക്ക് ഒനേസിമോസിനെ പരിചയപ്പെടുത്തുന്നതായിട്ട് പൗലോസ് അവിടെ ഒനേസിമോസിനെ ഒരു ദാസന്റെ രൂപത്തിൽ നിന്ന് ഒരു സഹോദരന്റെ രൂപത്തിലേക്ക് പൗലോസ് ഫിലേമോനെ പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ആധുനിക ലോകത്തിലും ഈ മുതലാളിത്തവും തൊഴിലാളിത്തവും എന്നുള്ള ഒരു വലിയ മത്സരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് കിടപിടിക്കുകയാണ്. ലോകത്തിൽ തൊഴിലാളികളും മുതലാളികളും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്. ഇത് അപ്പോസ്തലനായ പൗലോസ് തന്റെ നിർദ്ദേശങ്ങൾ ഇന്ന് വേദപുസ്തക പ്രമാണ പ്രകാരം നമുക്ക് നൽകി തരിക. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പൗലോസ് പറയുക, യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനനുണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും പ്രവർത്തിക്കുവീൻ. ഹല്ലേലൂയ. ഇവിടെ നീതിയും ന്യായവും പ്രവർത്തിക്കണം യജമാനന്മാർ. എന്താണെന്നറിയാമോ? ഇവരെ ദാസന്മാരായിട്ട്, തന്റെ തൊഴിലാളികളെ ദാസന്മാരായി കാണുമ്പോൾ എനിക്കും നിനക്കും സ്വർഗത്തിൽ ഒരു യജമാനനുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ യജമാനനെ പ്രസാദിപ്പിക്കണം. ആ സ്വർഗത്തിലെ യജമാനൻ നിന്നോട് നന്നായി പ്രവർത്തിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നിന്റെ കൂടെ നിൽക്കുന്ന ദാസനെ അഥവാ തൊഴിലാളിയെ നല്ലവണ്ണം നിന്നോട് എങ്ങനെ സ്വർഗീയ യജമാനൻ പ്രവർത്തിക്കണമോ അതുപോലെ മര്യാദയോടെ, നീതിയോടെ, ന്യായത്തോടെ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അവരോട് നീതിയും ന്യായവും ഉണ്ടാക്കി അങ്ങനെ അവരോട് പ്രവർത്തിക്കണം. നീതിയോടും ന്യായത്തോടും കൂടി അവരോട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഈ പ്രബോധനത്തിൽ കൊലോസി വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് ഇത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവിടെ ദാസനും യജമാനനും എന്നുള്ള ബന്ധം ആ ഒരാഴങ്ങൾ ഇല്ലാതാക്കുവാനാണ്, അവിടെ ഒരു സാഹോദര്യ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാനാണ് അപ്പോസ്തലൻ അവിടെ പരിശ്രമിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സാഹോദര്യം, ഒരു സഹോദര ബന്ധം. ഹല്ലേലൂയ. ഇനി ക്രിസ്തുവിലായാൽ അവിടെ യാതൊരു വിധത്തിലും വ്യത്യാസങ്ങൾ പാടില്ല എന്നാണ്
അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് 1-ാം വാക്യത്തിൽ. അതുകൊണ്ടാണ് യജമാനന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ദാസന്മാരോട് നീതിയോടും കരുണയോടും ന്യായത്തോടും ഒക്കെ ഇടപെടണം. ഇനി നമുക്ക് 2-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ഈ ലേഖനത്തിലെ സദാചാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർന്നിട്ട് നമ്മളോട് നമ്മുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടേതായ രഹസ്യ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 3-ാം അധ്യായം അതിന്റെ ആദ്യം മുതൽ നോക്കിയാല് ഒരു ക്രിസ്ത്യാനിയുടെ അവരുടെ വ്യക്തിപരമായ ജീവിതവും സഭാപരമായ ജീവിതവും കുടുംബപരമായ കർത്തവ്യങ്ങളും ഒക്കെ നമ്മള് വിവരിച്ചു പഠിച്ചു അല്ലെ. അത് നമുക്ക് അതിലൂടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ രഹസ്യ പ്രാർത്ഥനയുടെ ഒരു ആവശ്യകതയാണ് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് രഹസ്യമായ പ്രാർത്ഥനാ ജീവിതം രഹസ്യമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കണം. എല്ലാവരും പരസ്യത്തിൽ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. പരസ്യമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, പരസ്യ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽക്കാലം എല്ലാവരും സമയം വേർതിരിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുമായിട്ട് നാം സമ്പർക്കം പുലർത്തുവാൻ മറന്നു പോകരുത്. ആമേൻ. രഹസ്യത്തിൽ കാണുന്ന സ്വർഗസ്ഥ പിതാവ് നമ്മുടെ വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയാകും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ. അപ്പൊ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എപ്പോഴും കർത്താവുമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയുന്നത് ഈ ദിവസങ്ങളിൽ ആമേൻ പ്രാർത്ഥനാ ജീവിതമില്ലാത്ത അനുഭവത്തിലൂടെ കഴിയുന്ന അനേക വ്യക്തിത്വങ്ങളുണ്ട്. പരസ്യമായിട്ട് പല കാര്യങ്ങളിൽ ഏർപ്പെടും. അതിന് നമ്മൾ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാല് മാർത്തയുടെ കാര്യവും മറിയയുടെ കാര്യവും എടുത്താൽ മനസ്സിലാകും. മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുവാൻ, അവന് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കുവാൻ പല കാര്യങ്ങൾ അവൾ ഇടപെട്ടു അല്ലെ. അവൾ എന്നിട്ട് പിറുപിറുക്കുകയാണ്. മറിയ ആ സമയമൊക്കെയും ഗുരുവിന്റെ പാദപീഠത്തിലിരുന്ന് അവൻ പറയുന്നത് കേട്ട്, അവന്റെ വായിൽ നിന്നും വീഴുന്ന വചനങ്ങളെ കേട്ട് സന്തോഷിക്കുകയാണ്. അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. മാർത്ത അസൂയ കൂറുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ഇന്ന് മാർത്തയെ പോലെ ആക്കി തീർത്തിരിക്കുക പലരെയും. പ്രാർത്ഥനാ ജീവിതത്തിന് നമുക്ക് ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ, പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ പറയും, ദൈവമേ ഒരു 5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കൃപ തരണമേ, ഒരു ദിവസം ഒരു 6 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കൃപ തരണമേ, ഒരു ദിവസം കുറച്ച് സമയം ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹമുണ്ടെങ്കിലും പിശാച് എന്ത് ചെയ്യുക? ബിസിയാക്കുക. ജോലിയിൽ ബിസി, എല്ലാ കാര്യത്തിലും ബിസിയാക്കിയിട്ട് ഒരു വിധത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ വേണ്ടവണ്ണ സമയം ചിലവഴിക്കുവാൻ ഇല്ലാതാക്കുകയാണ്. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രമാ. ഈ തന്ത്രത്തെ തിരിച്ചറിയണം. ഈ തന്ത്രത്തെ നാം മനസ്സിലാക്കിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പിശാചിന്റെ കണിയിൽപ്പെട്ട് നമ്മുടെ ജീവിതം തീർക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ രഹസ്യമായ ആ ജീവിതം ആരും കാണുന്നില്ല. പരസ്യമായുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇപ്പൊ ഓൺലൈനിൽ പ്രേയർ, ചർച്ചുകളിൽ പ്രേയർ, ഇത് പരസ്യമാ. എന്നാൽ രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവുമായിട്ട് നിങ്ങൾ സമ്പർക്കം പുലർത്തുവീനെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് അല്ലെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം രഹസ്യമായിരിക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 3-ാം അധ്യായം വരെയും ബാഹ്യമായ പല കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തു പറഞ്ഞു. എന്നാൽ ഈ 4-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ ബാഹ്യമായ കാര്യങ്ങളെക്കാൾ ഉപരിയായി ആന്തരികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പല ഗുണഗണങ്ങളാണ് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ രഹസ്യമായ ജീവിതം എങ്ങനെയായിരിക്കും, അതുപോലെ ആയിരിക്കും നമ്മുടെ പരസ്യമായ ജീവിതവും. ചിലരുടെ രഹസ്യ സ്വഭാവങ്ങൾ
പലപ്പോഴും അത് പരസ്യമാകുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ പരസ്യമായിട്ട് നല്ല ലെവലിലായിരിക്കും, എല്ലാവരുടെ മുൻപിൽ നല്ല മാന്യരായിരിക്കും. പക്ഷെങ്കിൽ പരസ്യമായിട്ട് അതൊക്കെയും പുറത്തു വരുമ്പോൾ ലോകത്തിനത് അവിശ്വസനീയമായി തോന്നും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം, മാത്രമല്ല സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം. സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സ്തോത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണം, അല്ലേ? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ആർക്കെങ്കിലും സ്തോത്രം ചെയ്യുവാനായിട്ട് പറ്റുമോ? അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ഇടവിടാതെ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പ്രാർത്ഥനയുടെ മറുപടി കിട്ടത്തുള്ളൂ. ഇനി അതിന്റെ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നിരന്തരം പ്രാർത്ഥിക്കുവീൻ, അല്ലെ? നിരന്തരം പ്രാർത്ഥിക്കുവീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. അപ്പം നിരന്തരം പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചടങ്ങായി പോകരുത്. പലപ്പോഴും ചടങ്ങാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഞായറാഴ്ച പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന, ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ വെച്ച് ചടങ്ങാക്കുന്നുണ്ട്. അപ്പൊ ചടങ്ങല്ല വേണ്ടിയത്, മറിച്ച് ദൈവത്തിന്റെ കൃപ അനുഷ്ഠിക്കണം. അപ്പോൾ നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഒന്ന് എടുക്കാം. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ച് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന് അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിന്റെ മകനായ യൂദ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. കണ്ടോ? അവിടെ പ്രാർത്ഥിച്ചു, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു പോന്നു. അവരെല്ലാവരും, സ്ത്രീകളോടുകൂടി യേശുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു, അവരെല്ലാവരും കൂടി ഒരു മനസ്സോടെ നിരന്തരം പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ യേശുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ ശേഷം അവർ കാണെ അവൻ സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി. പ്രിയപ്പെട്ടവരെ, നാം ഇനിയും ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറണം. നമുക്ക് ആ പ്രാർത്ഥനയിൽ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ, ഇവിടെ ഒരു കൂട്ടം ആദിമ നൂറ്റാണ്ടിൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇനി നമുക്ക് അതിന്റെ 2-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം എന്റെ 42-ാമത്തെ വേദഭാഗം ഒന്ന് വായിക്കാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കണ്ടോ? അവിടെയും അവർ തങ്ങളെ പ്രാർത്ഥനയ്ക്ക് സമർപ്പിച്ചു. അവിടെയും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ജീവിതത്തിൽ പ്രാർത്ഥന കഴിച്ചു എന്നുള്ളതാ. നമ്മുടെ ജീവിതം ദൈവസന്നിധിയോട് എപ്പോഴും അടുത്തടുത്തായിരിക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം തന്നെ അതിന്റെ 6-ാം അധ്യായം 4-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. കണ്ടോ? അവിടെയും പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുക. അപ്പോ പ്രാർത്ഥനയോടുകൂടി വചനവും ആവശ്യമാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത് എന്താണ്? കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നിരന്തരം പ്രാർത്ഥിക്കുക, ഇത് അത്യാവശ്യപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം കൂടി ഒന്ന് വായിക്കാം. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. അവിടെയും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. അപ്പോൾ പ്രാർത്ഥന ഇത് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, ഒരു ചടങ്ങായി മാറരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥനയുണ്ട്, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയുമുണ്ട്. പലപ്പോഴും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ ദൈവത്തോടൊരു അഭേദ്യ ബന്ധത്തിൽ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഈ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നു, ആമേൻ, ശ്വാസം വിടുന്നു. അപ്പോൾ നമ്മൾ
നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ അതൊരു ആഹാരമായിരിക്കണം. അതിൽ നമ്മുടെ ജീവിതം എപ്പോഴും ചിലവഴിക്കുവാനിടയാകണം. പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ദൈവാത്മാവ് നമ്മോടൊരു കാര്യം പറയാം. പ്രാർത്ഥനയില്ലാത്ത ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ ഫലശൂന്യമാണ്. ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥനയില്ലാതെ ഒരു വ്യക്തിക്കും അവന്റെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 41 മുതൽ 43 വരെയുള്ള വേദഭാഗം ഒന്ന് വായിച്ചേ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവനോടുകൂടി പ്രാർത്ഥിപ്പാനായിട്ട് ഇവരെ വിളിച്ചു. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചത്? ഇവരുറങ്ങുക. മനസ്സിനൊരുക്കമുണ്ട്, ജഡം ബലഹീനമാ. കർത്താവ് വന്ന് നോക്കിയപ്പോഴെല്ലാം ഇവരെന്ത് ചെയ്യുക? ഉറങ്ങുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും രോഗമിട്ടുകൊണ്ടും പ്രയാസമിട്ടുകൊണ്ടും പ്രതികൂലമിട്ടുകൊണ്ടും പിശാചും മുഴുവലത്തോടെ നമുക്കെതിരെ നിൽക്കും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ആമേൻ ശത്രുവായവൻ, ദുഷ്ടനായവൻ നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിക്കും. പ്രാർത്ഥനയാൽ മാത്രമേ ശത്രുവിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ ആമേൻ പിശാച് മുട്ടുമടക്കും, അവൻ വിറച്ചോടുവാനിടയാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്കെതിരെ ആരെന്തെല്ലാം ചെയ്താലും, ആഭിചാരം ചെയ്താലും, ആമേൻ നിനക്കെതിരെ നേർച്ച കാഴ്ച വഴിപാടുകൾ നടത്തിയാലും, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെതിരെ ആരെന്തെല്ലാം ചെയ്താലും ദൈവം ഒരു തീമതലായി സൂക്ഷിക്കും. ഒരാഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. ആമേൻ ലക്ഷണവിദ്യ യാക്കോബിന് ഏൽക്കുകയുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥനാ ജീവിതം മടുപ്പ് കൂടാതെ എന്നും എന്നും ദൈവത്തോട് ചേർന്ന് ഒരു ശ്വാസോച്ഛ്വാസം പോലെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു കൊള്ളണം. എന്നാൽ ശിഷ്യന്മാർക്ക് പോലും അത് സാധിക്കാതെ വന്നു. കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? എന്നാൽ അവർ ശരീരം ബലഹീനമായതിനാൽ, പ്രാർത്ഥിപ്പാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ ശരീരം ബലഹീനമായതിനാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മെ ബലഹീനമാക്കിക്കൊണ്ട് രോഗിയാക്കിക്കൊണ്ട് ശത്രു വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ അതിന്റെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് വിടുതലേറ്റെടുക്കണം. നമ്മെ ഏതൊക്കെ തന്ത്രത്തിലൂടെ കുടുക്കുവാൻ പിശാച് നോക്കുന്നുവോ അതിന്റെ നടുവിൽ തളർന്നു പോകാതെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് വിടുതലെടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നവരോടായി ആലോചനയായി ആമേൻ ദൈവാത്മാവാ ആമേൻ ഈ പകൽക്കാലം ഒരു മുന്നറിയിപ്പ് തരിക. പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. പലരും പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. ആ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ ദൈവമക്കളെ അവനുമായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെട്ട ഒരു വിഷയം നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ ഉറങ്ങുമോ? രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിക്കും, ഉറങ്ങത്തില്ല. എന്നാൽ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്വർഗസ്ഥ പിതാവുമായിട്ട് നാം സമ്പർക്കം പുലർത്തിയാൽ നാം അവിടെ ഉറങ്ങത്തില്ല. ഇവിടെ ശിഷ്യന്മാർ ഉറങ്ങി എന്നാണ് കർത്താവിന്റെ വചനത്തിലൂടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആമേൻ ശിഷ്യന്മാരായിരിക്കുന്ന ശിക്ഷികളായിരിക്കുന്ന നമ്മെയും ഉറക്കുവാൻ, ബലഹീനമാക്കുവാൻ, ശത്രുവായുവിന്റെ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ അതിന്റെ മേൽ ജയമെടുക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധി ആത്മാവ് ഇന്ന് പകൽവേള പിന്നെയും ആലോചന പറയുകയാണ്. നമുക്കൊരു വേദഭാഗം കൂടി വായിക്കാം. തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം അതിലെ 17-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഒരൊറ്റ വാക്യമേ ഉള്ളൂ, ഒരൊറ്റ വേടേ ഉള്ളൂ. എന്ത് ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിക്കണം.
നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവത്തെ പറ്റിയാണ് നമ്മളെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. പിന്നീട് നമുക്ക് ഈ ഒരു വാക്യം കൂടെ വായിക്കാം. സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന്, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. യേശുക്രിസ്തു പറയുകയാണ്, ന്യായാധിപനും വിധവയും തമ്മിലുള്ള കാര്യം പറയുമ്പോൾ പറയാം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇത് നമ്മളുടെ പ്രാർത്ഥന ജീവിതത്തിന്റെ മനോഭാവത്തെ പറ്റി ക്രിസ്തുവിന്റെ ഉപമകളാണ്. ഇവിടെ ഈ മുട്ടിക്കുന്ന വിധവ, അവൾ മുട്ടിക്ക നിമിത്തം യജമാനന് അവിടെ നിർബന്ധത്താൽ അവളുടെ വിഷയത്തിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വന്നു, ഇല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ട് വേഗത്തിൽ അവർക്ക് നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുക. അപ്പോൾ മുട്ടിക്ക നിമിത്തം, നിരന്തരം മുട്ടിക്ക നിമിത്തം. മറ്റൊരിടത്ത് നമുക്കറിയാം, ഒരു മനുഷ്യൻ 3 അപ്പം വായ്പ വാങ്ങിക്കുവാൻ വന്നു. അപ്പൊ ആ സ്നേഹിതന്റെ അടുക്കൽ ചെന്നു. ആ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങൾ എന്റെ അടുക്കൽ കിടക്കുന്നു, എനിക്ക് എഴുന്നേറ്റ് തരുവാൻ നിവർത്തിയില്ല. വീണ്ടും അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. അവൻ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് വേണ്ടുവോളം കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടിയുണ്ട്. എന്നാൽ ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാൻ താമസിക്കും. എന്താണെന്നറിയാമോ? എന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും കൂടി പറയാം. നാം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവമായിട്ട് പിന്നെയും ഒരു വലിയ ബന്ധത്തിൽ വരുവാൻ അത്രേ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, താമസിച്ചു എന്ന് വെച്ച് നീ പ്രാർത്ഥിക്കാതിരിക്കരുത്. പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു കൊണ്ട് എപ്പോഴും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊള്ളുക. ആമേൻ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവം തമ്പുരാൻ നമ്മുടെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഇന്ന വിഷയം, എന്റെ കുഞ്ഞിന്റെ വിഷയം, എന്റെ ദൈവമേ, എന്റെ തലമുറയുടെ വിഷയത്തിന് മേൽ പ്രവർത്തിക്കണമേ, എന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ പ്രവർത്തിക്കണമേ, എന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പ്രവർത്തിക്കണമേ, എന്റെ ജോലിയുടെ വിഷയത്തിൽ പ്രവർത്തിക്കണമേ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ ആത്മീയ വർധനവിൽ എനിക്ക് വേണ്ടി കൃപകളും കൃപാവരങ്ങളും ജീവിതത്തിൽ ദൈവമേ നിനക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ലല്ലോ. നാം ആത്മീയമായ ദിവസങ്ങൾ ദൈവമക്കളെ ആഗ്രഹിക്കുമ്പോൾ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായ പൗലോസും പറയുക, നിരന്തരം പ്രാർത്ഥിച്ചു കൊള്ളണം. ആമേൻ. പ്രാർത്ഥനയിൽ നിങ്ങൾ ഊറ്റിരുന്നു കൊള്ളണം. സ്തോത്രം. അതാണ്. ആമേൻ. അത് മാത്രമല്ല, പ്രാർത്ഥനയിൽ നമ്മളെ കൊലോസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിരന്തരം പ്രാർത്ഥിക്കുവീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവീൻ. സ്തോത്രം. സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം. അപ്പോൾ നമ്മുടെ സന്തോഷം സ്തോത്രം ചെയ്യാനുള്ളതാണ്. നമുക്ക് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്കാണ് നാം സ്തോത്രം ചെയ്യുന്നത്. ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് തൻ അനുഗ്രഹങ്ങളെ വർഷിപ്പിച്ചു തരുമ്പോൾ, സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം, ഹല്ലേലൂയ, ആമേൻ, അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുമ്പോൾ സ്തോത്രത്തോടെ അത് വാങ്ങിക്കുവാൻ നാം മനസ്സ് വെക്കണം. ഇന്ന് പകൽ വേളയെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ, ഹല്ലേലൂയ, ആമേൻ, ഒരു ആത്മാവിനെ പ്രാപിച്ചെടുക്കാം. ഹല്ലേലൂയ.
വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന സ്തോത്രത്തിന് കാരണമായി തീരുമ്പോൾ പ്രാർത്ഥനയുടെ മകുടമാണ് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം അഥവാ കൃതജ്ഞത, ആമേൻ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ദൈവത്തിന് പാടിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ദൈവം അവസരം ഒരുക്കി തരും. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വേദഭാഗവും, ആമേൻ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം കൂടി ഒരുമിച്ചൊന്ന് ചേർത്ത് വായിച്ചാട്ടെ. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. ഉറങ്ങുന്നവർ ഉറങ്ങും, അല്ലാത്തവരെന്ത് ചെയ്യും? ഉണർന്നിരിക്കും, അല്ലെ? അപ്പൊ പ്രാർത്ഥനയിൽ നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 4-5 അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രയേ വേണ്ടത്. അപ്പൊ വിചാരപ്പെട്ട് കിടന്നാൽ ഉറക്കം വരത്തില്ല. ഉറക്കമില്ലാത്തതിന്റെ കാര്യം മനസ്സിലായോ? വിചാരമാ. ഇങ്ങനെ ചിന്തിച്ച് 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 അതും ഇതും ചിന്തിച്ച് 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 സമയങ്ങൾ ഇങ്ങനെ കൂട്ടും. രാത്രി നമുക്ക് ഉറക്കം കിട്ടത്തില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? എല്ലാം സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കണം. എന്റെ ദൈവമേ, എന്റെ വിഷയങ്ങൾ അങ്ങ് അറിയുന്നു, അങ്ങേക്ക് കഴിയാത്തതായി ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നീ പ്രവർത്തിക്കാൻ മതിയായ ദൈവമാണെന്ന് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് തിരുവചനത്തിൽ ഞാൻ വായിക്കുന്നുവെന്ന് ആമേൻ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം തിരുവെഴുത്തുകളെ ആരാഞ്ഞറിയണം. പ്രാർത്ഥിക്കുന്നവര് വചന പഠനത്തിൽ ഉറ്റിരുന്നുവെന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുകയും വചന പഠനത്തിൽ ഉറ്റിരുന്നുവെന്ന് നമ്മൾ വായിക്കും പോലെ നാം ഇന്ന് പകൽക്കാലം വചനത്തിൽ ഉറ്റിരിക്കുമ്പോൾ തിരുവചനം നമ്മളോട് സംസാരിക്കും. മാത്രമല്ല, ആമേൻ, നാം ചിന്തിച്ച് 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 വിചാരപ്പെട്ട് നമ്മുടെ സമയങ്ങളും കാലങ്ങളും തീർക്കുകയാണ്. വിചാരപ്പെട്ടിരിക്കുന്നവർക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വിഷയങ്ങളെ ഏൽപ്പിക്കണം, ജാഗരിച്ചിട്ട് ആമേൻ ദൈവത്തോട് ചേർന്നിരിക്കണം. ഉറങ്ങാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചുറക്കം കളയുവാനല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കണം. ഉണർവോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ ഇടയാക്കണം. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ ഇടയാക്കണം. അതാണ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രത്തിൽ നാം ജാഗരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. എന്തിനാ? അവന്റെ വരവടുത്തിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം. നാളും നാഴികയും അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. മനുഷ്യപുത്രന്റെ വരവടുത്തിരിക്കുകയാണ്. ആത്മാവിൽ ജാഗരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 36-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ചെയ്ത എത്ര ഉപകാരങ്ങളുണ്ടല്ലേ? ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കരയറ്റാതെ നമ്മുടെ സ്വന്തം കാര്യം നോക്കുന്നവരായിട്ട് കാണുവാൻ ഇടയാകരുതേ. അതത്ര ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ വന്ന് നോക്കുമ്പോൾ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണരുത്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട സകല ദൗത്യങ്ങളിലും നാം വിശ്വസ്തരായിരിക്കണം. അവിശ്വസ്തരാകരുത്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തോടെ എപ്പോഴും അടുത്തു വരുവാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തിങ്കൽ നാം ജാഗരിക്കുന്നവരാകണം. കൃതജ്ഞത നിർഭരരായി ദൈവസന്നിധിയോട് അടുത്തു വന്ന് ദൈവത്തോട് ആമേൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നവരായി മാറുവാൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ ആമേൻ ഇടയാകണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, അതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ആകയാൽ സ്തോത്രം ചെയ്യുന്ന രീതി ദൈവം ഇന്ന് നോക്കും. ഹല്ലേലൂയ. ദാമേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണോ സ്തോത്രം ചെയ്യുന്നത്?
ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ഹിതം തിരിച്ചറിയണം. ആമേൻ. ഉണർവോടെ ദൈവസന്നിധിയുടെ അടുത്ത് വരണം. നമുക്ക് ഒന്ന് രണ്ട് വേദഭാഗം കൂടെ പെട്ടെന്ന് വായിച്ചിട്ട് ഇന്നത്തെ ആമേൻ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ചുറ്റും, നിങ്ങൾക്ക് ചുറ്റും, നിങ്ങളുടെ വീടിന് ചുറ്റും, നിങ്ങളുടെ ദേശത്തിന് ചുറ്റും നിങ്ങളെ എങ്ങനെ വീഴിക്കാമെന്ന് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളും ജാഗരൂകരായിരിക്കണം, നമ്മളും ഉണർന്നിരിക്കണം. എന്ന് വെച്ചാൽ ഉറങ്ങാതിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആത്മാവിൽ നമ്മൾ ഉണർന്നിരിക്കണം. പ്രാർത്ഥിക്കുവാനുള്ള സമയം പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം. ആ സമയം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ മാർത്തിയെ പോലെ പലതിനെ ചൊല്ലി പല കാര്യങ്ങളിൽ സമയം വേർതിരിച്ച് പലതിനു വേണ്ടി സമയം കൊടുത്തിട്ട് ദൈവസന്നിധിയിൽ സമയം കൊടുക്കുവാനില്ലാതായാൽ ആമേൻ പ്രതിയോഗിയായ പിശാച് വന്ന് നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ വിഴുങ്ങിക്കളയുവാൻ, നമ്മുടെ സമയങ്ങൾ കവർന്നെടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ ഇടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പിശാചിന്റെ തന്ത്രങ്ങളുടെ ജയമെടുക്കുവാൻ ഉണർന്നിരിക്കണം. അതാണ് അപ്പോസ്തലൻ പത്രോസ് ഇവിടെ ആമേൻ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയുന്നത്. ഇന്ന് പലർക്കും പ്രാർത്ഥനാ ജീവിതം ആഗ്രഹമാണ്, പക്ഷെ ബിസിയാണ്. പിശാച് അവരെ ഓരോ തലങ്ങളിലൂടെ അവരുടെ ജീവിതത്തിന്റെ സമയങ്ങളെ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അപ്പോസ്തലൻ പൗലോസ് പറയുക, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾ സ്തോത്രത്തിൽ ജാഗരിക്കും. കാരണം പ്രാർത്ഥിച്ച് മറുപടി, എന്റെ ജീവിതത്തിലൊക്കെ ആമേൻ പ്രാർത്ഥന കൊണ്ട് ആമേൻ എത്രയോ മറുപടികൾ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ അങ്ങനെയല്ലായിരുന്നോ? പ്രാർത്ഥിച്ചാൽ ആമേൻ മറുപടി കിട്ടാതെ എഴുന്നേക്കാത്ത അനുഭവങ്ങളില്ലേ? എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞാലും, എത്ര അനുഭവങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിടുതലെടുത്ത ആമേൻ ദിവസങ്ങളുണ്ട്. അതേപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഒരു ജീവശ്വാസം പോലെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ഒരു ഹാനോക്കിനെ പോലെ ആമേൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായിരിക്കാൻ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 6-ാം അധ്യായം 18-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ദത ഉണ്ടാകരുത്. നമ്മൾ ഉണർന്നിരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മന്ദത ഉണ്ടാകാതിരിക്കേണ്ടതിനാ. പ്രാർത്ഥനയിൽ ദീർഘമായി നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം വരും, മയക്കം വരും, അല്ലെ? നമ്മളൊരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാല് കുട്ടികൾ പറയും, ഒന്ന് കുറച്ച് പ്രാർത്ഥിക്കേ. ചിലര് കന്യാകുമാരി മുതല് അങ്ങ് കാസർഗോഡ് വരെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അതുപോലെ പ്രാർത്ഥിക്കും. ചിലരുടെ പ്രാർത്ഥന ഷോർട്ടായിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതായി മാറണം. ഒരു മാന്യത ഉണ്ടാകരുത്, ഒരു മന്ദത ഉണ്ടാകരുത്, ഒരു മയക്കം ഉണ്ടാകരുത് പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് പ്രാർത്ഥന സഫലമാകണമെന്നുണ്ടെങ്കിൽ ഹൃദയം ഉണർന്നിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവാത്മാവ് എന്തെങ്കിലും നമ്മോട് സംസാരിച്ചാൽ അത് നാം കേൾക്കുവാൻ ഇടയാകണം. കാരണം പ്രാർത്ഥന എന്നുള്ളത് ദൈവമായിട്ടുള്ള സംസർഗമാണല്ലോ, ദൈവമായിട്ടുള്ള സംസാരമാണല്ലോ. അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഇങ്ങോട്ടൂടെ പറയുന്നത് കേൾക്കണ്ടേ. അതുകൊണ്ട് കൃതജ്ഞതാ നിർഭരരായി ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഉണർന്നിരിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തിൽ ജാഗരിപ്പീൻ. അതല്ലേ നമ്മൾ കൊലോസ്യ ലേഖനം വായിച്ചത്? 2-ാം വാക്യം, നിരന്തരം പ്രാർത്ഥിക്കുവീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവീൻ. സ്തോത്രം. നമുക്ക് ദൈവം അനുവദിച്ചാൽ 3-ാം വാക്യം അടുത്ത ദിവസം ചിന്തിക്കാം. അതൊക്കെ ഇതിനോടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലെല്ലാം ഈ പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം എന്നുള്ള വിഷയങ്ങളാ. എന്നാൽ ഞാൻ ഇത്രയും ആമേൻ സവിസ്തരം പറയുന്നത് കൊണ്ടാണ് സമയത്തിന്റെ പരിമിതി ആമേൻ ഒരു വാക്യം ഒരു ക്ലാസ് കൊണ്ട് അവസാനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തിങ്കൽ നമ്മുടെ ജീവിതം ആമേൻ പ്രാർത്ഥനയുള്ളവരായി മാറണം. ഈ കൊലോസ്യ ലേഖനം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന വീരരായി മാറണം. പ്രേയർ ഫെലോഷിപ്പിലൂടെ നാം ആത്മീക സമയം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം
ഈ തിരുവചനം പഠിക്കുമ്പോഴും ആമേൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ പ്രാർത്ഥനാ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ തിരുവചന ഭാഗം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുത്. ആദ്യമായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ആമേൻ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അതാ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനിടയാകും. അപ്പോൾ തന്നെ നിങ്ങൾ എന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി ആമേൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഒരു കമന്റ് എഴുതി അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഒരു ലൈക്കും ചെയ്യണം. അതെനിക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ എടുക്കുവാനും ഒരു സന്തോഷമായിരിക്കും. തുടർന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഇത്രത്തോളം സഹായിച്ചല്ലോ. ദൈവാത്മാവിൽ നമുക്ക് മുന്നോട്ട് അന്യോന്യം പ്രാർത്ഥനയിൽ ഉറ്റിരുന്നുകൊണ്ട് അന്യോന്യം പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരായി നമുക്ക് വരും ദിവസങ്ങളിൽ സ്തോത്രം ചെയ്യുവാൻ ദൈവം അവസരങ്ങളെയും വഴികളെയും ഒരുക്കി തന്ന് നമ്മെ മാനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാൽ ഇന്ന് പകൽക്കാലത്തെ ക്ലാസ് നമുക്കിവിടെ ബൈൻഡപ്പ് ചെയ്യാം. മറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ.